മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബുഹാറയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് ആടിനും പശുവിനും കുതിരനൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ ആനിമൽസിനോട് കുറച്ച് താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണണം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ബസ്സാറെ വന്നപ്പോ ഇവിടെ വൈക്കോലും പുല്ലൊക്കെ കെട്ടി വെച്ചിരിക്കണ കണ്ടിട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയാ ഭയങ്കര വലിയ ബണ്ടിൽസ് ഒക്കെ ആയിട്ടോ, പക്ഷെ ഇവിടെ ഭയങ്കര ചെറിയ, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബണ്ടിൽസ് ആക്കിയിട്ടാണ് കേട്ടോ ഇവിടെ കെട്ടി വെച്ചേക്കുന്നത്. ഇവിടെ ആൾക്കാരത് സെല്ല് ചെയ്യാണ്. ബസ്സാറെന്ന് കണ്ടോ, ആടുകളിനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ആൾക്കാർ പോകുന്നത്. ഹായ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് 3 നല്ല കുഞ്ഞു ആടുകൾ. ഹായ്, ആൾക്കാര് ഫുള്ള് ആടിനൊക്കെ മേടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബസാറ്. ബസാറിന്റെ ഫ്രണ്ടില് ഫുള്ള് ആൾക്കാര് നിറച്ച്. നമസ്തേ നമസ്തേ നമസ്തേ. ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും നമസ്തേ പറയാ. ഇനി ഇൻസൈഡ് പോവാം. ഗൈസ്, ഞാൻ ഈ ബസാറ് കാണാൻ വന്നപ്പോ എനിക്ക് അവിടെയുള്ള ഒരു ഷോപ്പിലെ മറ്റേ പോമിഗ്രാനൈറ്റ് വിൽക്കുന്ന ആള് എനിക്കൊരു പോമിഗ്രാനൈറ്റ് തന്നോട്ടോ ഫ്രീ ആയിട്ട്. ഈ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിന് ഉസ്ബെക്കിസ്ഥാനിൽ പറയുന്ന പേരാണ് മോൾ ബസാർ. ഇതൊരു ട്രഡീഷണൽ ആനിമൽ ട്രേഡിംഗ് മാർക്കറ്റ് ആണ് കേട്ടോ. ഈ മാർക്കറ്റ് കൂടുതലും ഏർലി മോർണിംഗിലാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതായത് ഒരു 3 മണി ടു 9 AM വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഈ ആനിമൽസിനൊന്നും ആ ചൂട് സഹിക്കാൻ അധികം പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റ് ഏർലി മോർണിംഗിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ വർക്ക്സ് ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിച്ചാൽ തന്നെ ഇവരുടെ ട്രസ്റ്റിന്റെ പുറത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരു ഹാൻഡ് ഷേക്കിലൂടെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ തീർപ്പാക്കുന്നതാണ് ഈ ഒരു മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉസ്ബെക്കിസ്ഥാൻകാരുടെ ഒരു ട്രഡീഷനും ട്രസ്റ്റിനെയും സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് ഇതിനെ ഇവർ കാണുന്നത്. ഇവിടെയുള്ള ആനിമൽസിനെ വളരെ ചെറിയ റോപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ടൈ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ കഴുത്തിലല്ലേ കൂടുതലും റോപ്പൊക്കെ ടൈ ചെയ്തിട്ട് ആനിമൽസിനെ ക്യാരി ചെയ്യുന്നത്. ഇവിടെ ഒന്നെങ്കിൽ കൊമ്പിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലതിനൊന്നും റോപ്പേ ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഇവർ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെറിയ റോപ്പ് ഉപയോഗിച്ചിട്ട് ആനിമൽസിനെ ടൈ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ ആടുകൾക്ക് ഭയങ്കര വലിപ്പുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഉസ്ബെക്കിസ്ഥാൻ ആടുകൾക്ക് ഒരു പ്രത്യേകതയാണ് ഇതാണ്ടേ ബാക്കിലുള്ള ഒരു സംഭവം. ഇത് ഇവിടുത്തെ എല്ലാ ആടുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മുടെ അവിടുത്തെ ആടുകൾക്കൊന്നും ഇല്ല. കണ്ടോ, ഇത് ഇവിടെയുള്ള ബ്രീഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലുപ്പം. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നറിയില്ല, പക്ഷെ ഭയങ്കര വലുപ്പമുള്ള ഒരു ആടാണത്. ഈ ഒരു ആടിന് ഇവിടെ റേറ്റ് പറയണത് $300 കേട്ടോ. ഇതിന് എത്ര വയസ്സായി? 2 വയസ്സുള്ള ഒരു ആടാണ്, പക്ഷെ അതിന് $300 കേട്ടോ ഇവിടെ പറയുന്നത്. ആ സെക്ഷൻ ഫുള്ള് ആടുകളും, പിന്നെ ഈ സ്ഥലത്ത് എന്താ പറയാ പശുവും കുതിരേനൊക്കെയാണ് കേട്ടോ വെച്ചത്. പക്ഷെ പശുവൊക്കെ ഭയങ്കര കുറവാണ്. കൊറോണ തന്നെ വിറ്റുപോയോ എന്നൊരു സംശയമുണ്ട്. പശു ഇങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിലെ പശുവിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു കുതിരയ്ക്ക് ഇവര് പറയുന്നത് $1200 ഗൈസ്. കുറവാണോ കൂടുതലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ ഒരു പശു ഉണ്ട്, പിന്നെ അതേപോലെ അവിടെ ഒരു കുതിരയുണ്ട്, അവിടെ ഒരു പശുവിന്റെ കുട്ടിയുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ്ട് ഒരു പശുവിന്റെ കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ആടിനെ കൊണ്ടുപോകണത് കണ്ടോ, ആടിന്റെ കൈയും കാലും കെട്ടും, എന്നിട്ടാണ് അവര് കാറിൽ ഇട്ടോട്ടാണ് കൊണ്ടുപോകുന്നത് ആടിനെ. ദേ കാറിന്റെ ഡിക്കിയിലൊക്കെ ഇട്ടിട്ടാണ് ആടിനെ കൊണ്ടുപോകുന്നത്. ഞാൻ എന്താ ബസാർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹായ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, ഇങ്ങനെ കുറെ ആടിനും പശുവിനൊക്കെ കാണാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ബസാർ ഓൾറെഡി ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ആളുകൾ വിൽക്കാൻ പറ്റാത്തവര് തിരിച്ച് അതിലെ പശുക്കളൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, അല്ലാത്തവര് കിട്ടിയ ആടിനൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. സോ ഞാനിപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണണം. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.